സ്നേഹിതരെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം പ്രൊഫസർ രാജേന്ദ്രൻ, പിന്നെ കാരശ്ശേരി, കൃഷ്ണൻ നായർ മുതൽ അവരുടെ അനുഭവങ്ങളൊന്നും പറഞ്ഞു തീരാത്ത അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും സമയമായി ഞാൻ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നത് ആദ്യമായി ഈ കൃഷ്ണൻ നായരാണ്. അദ്ദേഹം എൻ്റെ ഒരു പ്രിയ ശിഷ്യൻ കൂടിയാണ്. ഈ പിന്നെ വേണുഗോപാല പണിക്കരെ കൂട്ടി ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വന്നു. അത് 73 74 അല്ലേ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം അദ്ദേഹം ഇവിടെ അധ്യാപകനായിരുന്നു. മാത്രമല്ല ഞങ്ങൾ തമ്മിലൊരു കുടുംബ ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ ശ്രീമതി മാലതി ശ്രീമതി രാജലക്ഷ്മിയുടെ ഒരു കൊളീഗായിരുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതൊരു സുഹൃത്തുമായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഞങ്ങൾ അടുത്തടുത്ത് താമസിച്ചിരുന്നു, ഇല്ലെങ്കിൽ അതിനുശേഷം അവർ വീട്ടിൽ വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ നോട്ടിയിട്ടുള്ള കാര്യം വെച്ചാൽ, ഇവർ രണ്ടുപേരും വളരെ വാചാലമായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. ആ സമയത്തൊക്കെ വേണുഗോപാല പണിക്കർ ഒന്നുമില്ല എന്തെങ്കിലും പേപ്പറോ പുസ്തകം നോക്കിക്കൊണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്വരം താഴ്ത്തി എന്നോട് സംസാരിക്കും. അവരുടെ വ്യക്തിപരമായ സംസാരമായിരിക്കും. അതൊക്കെ ഈ ഭാഷാശാസ്ത്ര പ്രശ്നങ്ങളോ അതുപോലെ സാഹിത്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തികച്ചും അക്കാദമികമായ കാര്യങ്ങളോ അല്ലാതെ ഒന്നും അദ്ദേഹം സംസാരിക്കാറില്ല. ഇങ്ങനെ ഒരു പണ്ഡിതനെ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളും അധികം കണ്ടിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ പൂർണ്ണമായും ഈ ഭാഷാശാസ്ത്രം, വ്യാകരണം, പിന്നെ വ്യാകരണത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള പാണിനിയം റിസർച്ച് ചെയ്ത ആ കാലത്ത് ഒരു സെമിനാർ നടത്തി. അതിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തു. അത് ശതാബ്ദിയായിരുന്നു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യം, ഈ ഒരു ദ്രാവിഡ ഭാഷയായ ഈ മലയാളത്തിന് വേണ്ടി എങ്ങനെ സംസ്കൃത വ്യാകരണം, അതായത് ഈ പാണിനീയ സൂത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വ്യാകരണം എഴുതിയെന്നുള്ളത്. കാരണം ഹിന്ദി ഭാഷയെപ്പറ്റി നോക്കിയാൽ അത് പണ്ഡിതന്മാർ ഇല്ലാത്തതുകൊണ്ടല്ല, ആരും തന്നെ അതിന് സാഹസപ്പെട്ടിട്ടില്ല. കിശോരിദാസ് വാജ്പേയി എന്നൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഹിന്ദി വിക്കിയുള്ള വ്യാകരണം എഴുതിയത് അത് ഹിന്ദി ശബ്ദാനുശാസനം എന്നാണ്, പ്രാകൃത രീതിയിലാണ്. പ്രാകൃതത്തിൽ നിന്ന് വികസിച്ച് വന്ന ആ ഭാഷയ്ക്ക് ഇങ്ങനെയൊരു വ്യാകരണം. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ സംസ്കൃതവും അതുപോലെ ദ്രാവിഡ ഭാഷകളും, അതായത് ഇൻഡോ ആര്യനും ഈ ദ്രാവിഡിയനും തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റി ഞങ്ങൾ കുറച്ചു കാലമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ നോസ്ട്രാറ്റിക് ഫാമിലി എന്നൊരു സങ്കല്പനം വളരെ വികസിച്ചതാണ്. നോസ്ട്രാറ്റിക് ഫാമിലിയുടെ ആ കൺസെപ്റ്റ് അനുസരിച്ച് ദ്രാവിഡിയനും ആര്യനും എല്ലാം ഒരേ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഭാഷകളാണ്. പക്ഷേ അവർ വേർതിരിഞ്ഞു പോയി. എങ്കിലും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കോഗ്നറ്റ്സും, ഇപ്പോൾ ഉദാഹരണത്തിന് ദ്രാവിഡിയൻ ഭാഷകളിലെ കോഗ്നറ്റ്സാണ് ഇപ്പം ഈ ഫിനിഷ് മുതലായ ഫിന്നോ ഉഗ്രിക് ലാംഗ്വേജിലൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഹാർവാർഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൽ ഈ ഇന്ത്യയിൽ ദ്രാവിഡൻ ആര്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇവർ തമ്മിലുള്ള ജനറ്റിക് റിലേഷൻഷിപ്പുണ്ട്. അപ്പോൾ ആര്യഭാഷകളും ദ്രാവിഡ ഭാഷകളും തമ്മിൽ ഉള്ള ആ ബന്ധത്തിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ജനറ്റിക് റിലേഷൻഷിപ്പാണെന്നും, ഇങ്ങനെ ആര്യൻ നിന്നും ദ്രാവിഡിയിൽ നിന്നും രാഷ്ട്രത്തിൽ രണ്ടായിട്ട് പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ കോൺട്രാസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആന്തരിക ഘടന ഇന്നും അത് ഒരു ഒന്ന് തന്നെയാണ്. ജനറ്റിക് ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു തിയറിയുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ പലപ്പോഴും സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇതുപോലെയാണ്. ഈ കോഗ്നേറ്റ്സൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് തീർത്തൊരഭിപ്രായം പറയാൻ സാധിച്ചില്ലെങ്കിലും ആര്യദ്രാവിഡ ഭാഷകളിലുള്ള ആ ഇൻ്റർ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ പഠിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ ഓർമ്മിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലൊന്നാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഭാഷ മാത്രമല്ല, സാഹിത്യം മാത്രമല്ല, സംസ്കാരം മാത്രമല്ല, ചരിത്രം മാത്രമല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻസൈറ്റ്, ഒരു വീക്ഷണം, ഇവിടെ പറഞ്ഞ പോലെ ഒരു ഇൻറ്റ്യൂറ്റീവ് നോളജ്, ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഇൻറ്റ്യൂറ്റീവ് നോളജാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സംസ്കാര സമ്പന്നനായ ഒരു നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു പണ്ഡിതൻ,
നമുക്ക് വളരെ വേഗം നഷ്ടപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഒപ്പമുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഇന്നിവിടെ വരാനും പങ്കെടുക്കാനും ഈ അഭിപ്രായങ്ങൾ, ഈ ഓർമ്മകളെപ്പറ്റി മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചില്ലെങ്കിലും അധ്യക്ഷൻ എന്നെ വിളിച്ചു. അതിലും താങ്ക് യു വെരി മച്ച്. നമസ്കാരം.